മാഡം, ഇപ്പോൾ ഫൈബ്രോയിഡ്സ് സാധാരണ സ്ത്രീകളിൽ കണ്ടുവരുന്നൊരു പ്രശ്നമാണല്ലോ. അപ്പം ഇതിന് സർജറി ആണോ എല്ലാ സ്ത്രീകൾക്കുള്ള ഓപ്ഷൻ? ഈ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുണ്ട്. അപ്പം ഓരോ പേഷ്യൻസ് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക എന്നുള്ളത്, അതായത് ബ്ലീഡിങ് ആണോ, അല്ലെങ്കിൽ ജസ്റ്റ് തടിപ്പ് മാത്രമായിട്ട് തോന്നുന്നതാണോ, ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അല്ലെങ്കിൽ പല പ്രഷർ എഫക്ട്സ് കൊണ്ടുണ്ടാവുന്നതാണോ, ഇതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റും ഡിഫർ ചെയ്യുന്നു. അതായത് യങ്ങർ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് നമ്മൾ ഹോർമോണൽ പിൽസ് പോലെ ഗുളികകളാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. ഗുളികകളിൽ നല്ല കൺട്രോൾ കിട്ടുന്നവർക്ക് നമ്മൾ ഗുളിക തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുക കുറച്ച് നാൾ. ഗുളികയിൽ കംപ്ലൈൻ്റ് അല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ മെറീന പോലത്തെ ഇൻട്രായൂട്രൈൻ ഡിവൈസസും യൂസ് ചെയ്യാറുണ്ട്. അതും നല്ല എഫക്റ്റീവായിട്ടാണ് കാണല്. പക്ഷെ ഇതും ഇൻട്രായൂട്രൈൻ ഡിവൈസ് എന്ന് പറഞ്ഞാൽ അതും ഹോർമോണൽ ഡിവൈസസ് തന്നെയാണ്. കോപ്പർട്ടി പോലെ തന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത്, പക്ഷെ കോപ്പർട്ടി അല്ല, ഹോർമോണൽ ഡിവൈസസ്. ഇനിയും ഏജ്, അതായത് എൽഡർലി ആയിട്ടുള്ള ഒരു 45 വയസ്സിന് മുകളിലാണെങ്കിൽ ഫൈബ്രോയിഡിന്റെ സൈസ് വലിപ്പം കൂടിയതാണെങ്കിൽ നമ്മളെപ്പോഴും സർജിക്കലി പോവുകയാണ് നല്ലത്. അതായത് ഗർഭപാത്രം റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊസീജിയർ. കാരണം ഈ മുഴ മാത്രം എടുത്ത് കളയുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട്, ഫൈബ്രോയിഡിന്റെ ഒരു പ്രത്യേകതയാണ് അത് പിന്നെയും അതേ സൈറ്റിൽ അല്ലെങ്കിൽ വേറെ പല സൈറ്റിലായിട്ടും പിന്നെയും പല ഫൈബ്രോയിഡ് ആയിട്ട് തന്നെ ക്ലസ്റ്ററിൽ ഫോം ചെയ്യുകയാണ് ചെയ്യുക. ഇനി യങ്ങർ ഏജ് ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ, അതായത് ഫാമിലി കംപ്ലീറ്റഡ് ആയിട്ടുള്ള അല്ലാത്തവർക്ക്, അല്ലെങ്കിൽ ഒരു ബിലോ 40 years എന്നൊക്കെ പറയുമ്പോൾ വലിയ സൈസുള്ള ഫൈബ്രോയിഡ് നമ്മളെപ്പോഴും മുഴ മാത്രം എടുത്ത് കളയുക, അതായത് മയോമെക്ടമി പോലത്തെ പ്രൊസീജിയറാണ് ഐഡിയലി ചെയ്യുക. ചില ഏജ് ഗ്രൂപ്പിൽ നമ്മൾ ഈ യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പം യൂട്രസിന് ബ്ലഡ് സപ്ലൈ നൽകുന്ന യൂട്രൈൻ ആർട്ടറി നമ്മൾ അവിടെ എംബോളൈസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം അതിൻ്റെ രക്തോട്ടം കുറയുമ്പോൾ നമുക്ക് ഈ ബ്ലീഡിങ് ഇഷ്യൂസ് എല്ലാം കുറഞ്ഞും കാണാറുണ്ട്.